ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് നാളായി ഒരു വീഡിയോയ്ക്ക് ആയിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മളിന്ന് ഒരു പറയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഉത്സവം പ്രമാണിച്ച് പറയൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ വരുമെന്ന് അറിയില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ പറ വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ദേവിയുടെ അമ്പലത്തിലാണ്. ചില അമ്പലങ്ങളിൽ നിന്ന് പറ വരുമ്പോൾ ആനയൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അങ്ങനെ വരാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ദേവിയുടെ അമ്പലത്തിൽ നിന്ന് ഉച്ചപ്പറ വന്നതാണ്. അതായത് ഉച്ച സമയത്താണ് ഈ പറ വരുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ ഉച്ചപ്പറ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പറ വന്നതിന് ശേഷം ഒരു വീട്ടിൽ എല്ലാവരും പറക്കാരെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകും കേട്ടോ. അതാണ് ഈ പറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്ന് നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിലായിരുന്നു ആദ്യത്തെ പറ. അപ്പം അങ്ങനെ ഇതുപോലെ വെളിച്ചപ്പാട് എന്നൊക്കെയാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ദേവിയുടെ ഒരു ഇതിൽ വരുന്നതാണ് അവർ കേട്ടോ. ദേവി വേഷം കിട്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അവർ വന്നു. അങ്ങനെ നമ്മൾ പറ വയ്ക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ പറ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കൊണ്ടും പറ എടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പറ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോയി. അങ്ങനെ നമ്മളിതാ നെൽപ്പറയാണ് കേട്ടോ മെയിനായിട്ടും ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് അമ്പലങ്ങളിലും പല പറകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വീടുകളിൽ വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ കുഞ്ഞൻ അത് വാരി ഇടുവാണ് കേട്ടോ. അവനാണെങ്കിൽ മുണ്ടെടുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് മടിയായിരുന്നു. അങ്ങനെ ആളെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് സെറ്റാക്കി വാരി അവനെ കൊണ്ട് വാരി ഇടിപ്പിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ കുറച്ച് ബലം പിടുത്തമായിരുന്നു അത് വാരി ഇടാനായിട്ട്. ആൾക്കറിയില്ലല്ലോ അങ്ങനെ വാരി ഇടാനായിട്ട്. പിന്നെ 2-3 പ്രാവശ്യം ഞാൻ അവനെ കൊണ്ട് വാരി ഇടിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ തന്നെ വാരി ഇട്ടു കേട്ടോ. അപ്പോൾ അവൻ ഇത്തിരീശെ മാറി അവനായിട്ടും ഇത്തിരീശെ വാരി ഇടണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറയൊക്കെ എടുത്ത് അങ്ങനെ നമ്മളതൊക്കെ വാരിയിട്ട് ആ പറ നിറയ്ക്കണം കേട്ടോ. അത് 2-3 പ്രാവശ്യം കൈകൊണ്ട് വാരിയിട്ടതിന് ശേഷം പിന്നെ അത് ഇത് മറ്റേ തെങ്ങിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അത് നിറയ്ക്കണം. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ പാത്രം അത് നമ്മൾ നിറയ്ക്കണം. അതാണ് നമ്മൾ പറ നിറയ്ക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പറ നിറയ്ക്കുന്നത് വീടിന് ഭയങ്കര നല്ലതാണ്. അമ്പലത്തിൽ പോയിട്ടായാലും നമ്മൾ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. വീട്ടിലാകുമ്പോൾ ചെയ്യുമ്പോൾ വീടിന് ഐശ്വര്യം ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മളത് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറ നിറച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ട് വെളിച്ചപ്പാട് തുള്ളും കേട്ടോ. അങ്ങനെ ദേവി തുള്ളും. അതിനായിട്ട് നമ്മൾ പറ നിറച്ചതിന് ശേഷം കുറച്ച് നേരം ആളിങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ തുള്ളു കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ തുള്ളാൻ വേണ്ടിയിട്ടുള്ള പൂവാണ്. ദേവി ദേഹത്ത് കയറുന്നതായിട്ടാണ് അതിൻ്റെ ഒരു സങ്കല്പം കേട്ടോ. അങ്ങനെ ആൾ തുള്ളി